നിവിനുമായിട്ടുണ്ടായ ഇഷ്യൂവിൽ ആശുപത്രിയിൽ ഒരു ദിവസം കഴിയേണ്ടി വന്ന ഷാനവാസിന് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഷാനവാസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മുൻ മത്സരാർത്ഥികൾ അവിടെ കയറി ഇതൊരു സംസാര വിഷയമാക്കി. അതായത് പാല് ദേഹത്ത് കൊണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഒബ്സർവേഷനിൽ കിടക്കേണ്ട അസുഖമുണ്ടോ, പാല് ദേഹത്ത് കൊണ്ടാൽ എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു സംസാര വിഷയമായിട്ട് വന്നപ്പോൾ ഷാനവാസ് തന്നെ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ്: തലേ ദിവസം തന്നെ ഫുഡ് കൃത്യമായി കിട്ടിയില്ല, അടുക്കളയിൽ ഭയങ്കരമായ പ്രശ്നമായിരുന്നു, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഫുഡ് കഴിക്കാതെ ഓൾറെഡി തളർന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രാവിലെയും ഫുഡ് ലേറ്റായി, മെഡിസിനും ലേറ്റായി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ബോഡി പ്രതികരിക്കാൻ തുടങ്ങി. അതല്ലാതെ ആ കവറ് പാല് കൊണ്ടതുകൊണ്ടല്ല ഞാൻ ബോധം കെട്ട് വീണത്, അല്ലെങ്കിൽ ഞാൻ അൺകോൺഷ്യസ് ആയത്, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത്. എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് സമയത്തിന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടും മെഡിസിൻ കഴിക്കാത്തതുകൊണ്ടുമാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന ഉണ്ടായതെന്നും, ആശുപത്രിയിൽ പോയി എനിക്ക് മുൻപ് ഒരു അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ദിവസം കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്ത് ഒബ്സർവേഷനിൽ കിടത്തുക എന്നുള്ളത് അവരുടെ ഒരു ദൗത്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമായിരുന്നു. അതനുസരിച്ചാണ് താൻ അവിടെ നിന്നത് എന്നാണ് ഷാനവാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ഇത് തൻ്റെ അഭിനയമോ അല്ലെങ്കിൽ തൻ്റെ ഷോയോ ഒന്നും അല്ല, ഇത് റിയലായിട്ട് സംഭവിച്ച കാര്യമാണ്. കൃത്യസമയത്തിന് ഫുഡും മെഡിസിനും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എല്ലാവരുടെയും ബോഡിയിൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുറത്ത് അതൊരു സംസാര വിഷയമായി എന്നൊക്കെ ഷാനവാസിന് മനസ്സിലായി. കാര്യം ആൾക്കാർ പറയുന്നത് ഷാനവാസ് അത് മനഃപൂർവ്വം അഭിനയിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, യഥാർത്ഥമായി സംഭവിച്ച കാര്യം ഇതാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ്. അത് കേട്ടോടുകൂടി ഈ ഔട്ടായി പോയ മുൻ മത്സരാർത്ഥികൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.